നമസ്കാരം. അവസാനഘട്ട വോട്ടെടുപ്പ് കൂടി ബാക്കി നിൽക്കെ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന തരത്തിലാണ് മലയാള മാധ്യമങ്ങളിലെങ്ങും വാർത്തകൾ നിറയുന്നത്. എന്തിനധികം ചാനൽ ചർച്ചകളിൽ ഇന്നലെ മുതൽ മന്ത്രിസഭാ രൂപീകരണം പോലും ആരംഭിച്ചു കഴിഞ്ഞു. ഉപരാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേര് പറഞ്ഞ് മുഖ്യധാര മാധ്യമങ്ങൾ പോലും നമുക്കിടയിലുണ്ട്. എന്തായാലും ഇത്തരം ചർച്ചകൾക്കൊക്കെ ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ജൂൺ 1 INDA നേതാക്കളുടെ ഒരു യോഗം രാജ്യ തലസ്ഥാനത്ത് ചേരുന്നുണ്ട് എന്നത് തന്നെയാണ്. അതേസമയം NDAയും അതേ ദിവസം തന്നെ യോഗം ചേരുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം. എന്തായാലും 272 സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക. 6 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ 270 സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ചില നേതാക്കൾ പറയുന്നതും. ഉത്തർപ്രദേശിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ഈ ആത്മവിശ്വാസത്തിലാണ് തുടർ നീക്കങ്ങളൊക്കെയും നടന്നിരിക്കുന്നത്. പക്ഷേ BJPയുടെ ഉത്തർപ്രദേശിലെ വോട്ട് വിഹിതം അത് 53% എന്ന് മറന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പ്രതിപക്ഷ മുന്നണി കടന്നിരിക്കുന്നത്. BJPക്ക് 200 സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് പ്രതിപക്ഷം കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം ലഭിക്കില്ല എന്നുകൂടി അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം INDA മുന്നണിയുടെയോ NDA മുന്നണിയുടെയോ ഭാഗമല്ലാതെ നിൽക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരെ ഒപ്പം ചേർക്കാനുള്ള നീക്കങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. 3 പാർട്ടികളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ INDA സഖ്യം നടത്തി വരികയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒഡീഷയിലെ BJD, ആന്ധ്രാപ്രദേശിലെ YSRCP, തെലങ്കാനയിലെ BRS എന്നീ 3 പാർട്ടികളുമായിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. ജൂൺ 4-ാം തീയതി ഫലം വന്നതിന് ശേഷം മാത്രം തങ്ങളുടെ നിലപാട് പറയാമെന്നാണ് ഒഡീഷയിലെ ബിജു ജനതാദൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിക്കുന്നുവോ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് BJD സ്വീകരിച്ചു പോരുക. DMK, തൃണമൂൽ കോൺഗ്രസ് എന്നീ 2 പാർട്ടികളുടെ നേതാക്കളാണ് ഈ 3 പാർട്ടികളുമായി YSRCP, BJD, BRS എന്നിവരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന വേളയിൽ തന്നെ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കാമെന്നൊക്കെയാണ് പ്രതിപക്ഷ സഖ്യം കണക്ക് കൂട്ടുന്നത്. ജൂൺ 2-ാം തീയതി തീഹാർ ജയിലിൽ മടങ്ങിയെത്തണമെന്ന നിബന്ധനയോടുകൂടിയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്ന് അരവിന്ദ് കെജ്രിവാൾ അപേക്ഷിച്ചിട്ടുമുണ്ട്. കെജ്രിവാളിന്റെ മടക്കം കൂടി പരിഗണിച്ചുകൊണ്ടാണ് INDA സഖ്യം ഈ യോഗ തീയതി നേരത്തെയാക്കിയത്. അതേസമയം ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകണം എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും പ്രതിപക്ഷ മുന്നണിയിൽ ആരംഭിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. BJP പുറത്താക്കുന്നതിനു വേണ്ടി എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാകുമെന്ന് തന്നെയാണ് സൂചന. പാർട്ടിക്ക് ഒറ്റയ്ക്ക് 80 മുതൽ 120 സീറ്റുകൾ കിട്ടുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ 52 സീറ്റുകളായിരുന്നു കോൺഗ്രസ് പാർട്ടി നേടിയത്. ഇതിൽ നിന്നാണ് 80, 120 എന്ന പ്രതീക്ഷയിലേക്ക് ഇവർ എത്തി നിൽക്കുന്നത്. എന്നാൽ BJD, YSRCP, BRS എന്നിവർ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയതിന് ശേഷം മാത്രമേ അവർ ഒരു തീരുമാനം എടുക്കൂ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ഇവരെ കൂടെ നിർത്താൻ BJPയും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു വശമാണ്. ഇത് ഏറ്റവും അധികം ബോധ്യമുള്ളത് INDA സഖ്യത്തിന് തന്നെയാണ്. എന്തായാലും മോദിക്കും കൂട്ടർക്കും ഒന്നും വലിയ ആശങ്കകളില്ല. ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന് തുടക്കമാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞു വെച്ചത്. ആ പുതിയ കാലഘട്ടത്തിന്റെ തുടക്കത്തിന് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ കന്യാകുമാരിയാണ്. പ്രതിപക്ഷ കോട്ടയായ ദക്ഷിണേന്ത്യയിൽ പോലും ആത്മവിശ്വാസത്തിന്റെ വിവേകാനന്ദ മുടിയിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ് BJP.